ശ്രീ റോണി കെ ബേബി, കേരളത്തിലെ പ്രതിപക്ഷത്തിന് വലിയ താല്പര്യമില്ലാത്തതും എന്നാൽ അങ്ങേയറ്റം പ്രാധാന്യവും ഗൗരവമുള്ളതുമായ ഒന്നാണ് ഫെഡറൽ സംവിധാനത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽപ്പെട്ട കേരളം. ആ കേരളത്തെ സാമ്പത്തികമായി എങ്ങനെയൊക്കെ ഞെരുക്കാമോ അതിനെല്ലാ വഴികളും തേടുന്ന കേന്ദ്ര സർക്കാരിനെ ഗവർണർ ഈ നയപ്രഖ്യാപനത്തിൽ, അതും പുതിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യം കൂടിയാണ്. അവിടെ വന്ന പുതിയ ഗവർണർ ആ ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ആ വികാരത്തെ വലിയ തോതിൽ വളരെ ശക്തമായി ഇന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം അതിനെ പിന്താങ്ങുമോ പിന്തുണയ്ക്കുമോ? ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കർ നടത്തിയ 1 മണിക്കൂർ 5 മിനിറ്റ് അടുത്ത് വരുന്ന അദ്ദേഹത്തിന്റെ ആ പ്രസംഗം, ഞാനതിനെ പ്രസംഗം എന്ന് പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനൊരു നയപ്രഖ്യാപനം എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നയമുണ്ടെങ്കിലല്ലേ പ്രഖ്യാപിക്കാനായിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞ് ആവർത്തിച്ച കുറെ കാര്യങ്ങളല്ലാതെ പുതുമയുള്ള ഒന്നും എനിക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിച്ചില്ല എന്ന് ഞാൻ വേദനയോടെ പറയട്ടെ. ഞാനിവിടെ പ്രതീക്ഷിച്ച ഒരു കാര്യം, ഈ ബജറ്റിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം, അല്ല ബജറ്റിലല്ല, ഈ നയപ്രഖ്യാപനത്തിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം, കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രി അതിശക്തമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. അത് ഈ ഗവർണറുമായി കൂടി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2025 പുതിയ UGC റെഗുലേഷൻ. അതാണല്ലോ നമ്മൾ ഫെഡറലിസവും ഒക്കെയായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട കാര്യം. എന്താണ്? വിദ്യാഭ്യാസം എന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. പക്ഷേ ഈ പുതിയ UGC റെഗുലേഷൻ പ്രകാരം കേരളത്തിലെ സർവകലാശാലകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകൾ അത് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലേക്ക് പോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഗവർണർ അതിന്റെ ചാൻസലറായി മാറിക്കൊണ്ട് മുഴുവൻ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരും കേന്ദ്ര സർക്കാർ അല്ല തീരുമാനിക്കാൻ പോകുന്നത്. നാഗ്പൂരിലെ RSSന്റെ കേന്ദ്ര കാര്യാലയം, ഞാൻ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, RSSന്റെ കേന്ദ്ര കാര്യാലയം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇന്ന് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ RSSകാരനായ ഗവർണറെ കൊണ്ട്, ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല രാജേന്ദ്ര അർലേക്കർ കടുത്ത RSSകാരനാണ്, RSSനോട് തന്നെ വളർന്നു വന്ന നേതാവാണ്. ആ രാജേന്ദ്ര അർലേക്കറിനെ കൊണ്ട് ഈ 2025 UGC റെഗുലേഷനെതിരെ ഒരു വിമർശനം, കാരണം ഇത്രമാത്രം ഫെഡറലിസത്തിൽ കടന്നു കയറാൻ പോകുന്ന, ഫെഡറൽ തത്വങ്ങളിൽ കടന്നു കയറാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുഴുവൻ അവകാശങ്ങളെയും കവർന്നുകൊണ്ടു പോകാൻ പോകുന്ന മറ്റൊരു നിയമനിർമ്മാണം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്ര നഗ്നമായി ഭരണഘടനയിൽ ഈ കേന്ദ്ര സർക്കാർ കടന്നു കയറുമ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒരു വിമർശനം അതിനകത്ത് പറയിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ ഞാൻ 2 കൈ അടിച്ച് ഞാൻ പിണറായി വിജയൻ സർക്കാരിനെ ഞാൻ പിന്തുണയ്ക്കുമായിരുന്നു. ഞാൻ 100% സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അവിടെ വിമർശനം റോണി കെ ബേബി ഒരു വിമർശനം ആ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള വ്യക്തമായ നിലപാട് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്നലെ വ്യക്തം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ അത് സംശയിക്കേണ്ടതില്ല. പക്ഷേ അത് നയപ്രഖ്യാപനത്തിൽ ഇല്ലല്ലോ എന്നാണ് താങ്കളുടെ ഒരു ചോദ്യം. പക്ഷേ അതുകൊണ്ട് കേരളം പോലെ ഉള്ള സംസ്ഥാനങ്ങളോട് കാട്ടുന്ന അവഗണന, വലിയ തോതിൽ സൃഷ്ടിക്കുന്ന വെല്ലുവിളി, അത് ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമാണല്ലോ. അത് കേരളത്തിന് മാത്രമല്ല, കേരളം കൂടുതലായി അനുഭവിക്കുന്നു എന്നല്ലേ റോണി? അങ്ങനെ അനുഭവിക്കുമ്പോൾ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. അക്കമിട്ട് നിരത്തുന്നില്ലേ? ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേരളം മുന്നോട്ട് പോകും എന്ന് താങ്കൾ സൂചിപ്പിച്ച തരത്തിലുള്ളൊരു ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപനത്തിൽ പറയിപ്പിക്കുന്നത് ഒരു നാടിൻ്റെ സവിശേഷതയല്ലേ? അപ്പോൾ ആ വിധത്തിലുള്ള മികവുകളെ അല്ലെങ്കിൽ ആ വിധത്തിലുമുള്ള വിമർശനങ്ങളെ എന്തുകൊണ്ട് കാണാതെ പോകുന്നു? ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതിൽ ഒരു ചൂണ്ടിക്കാട്ടൽ, താങ്കളുടെ ഭാഗത്തു നിന്ന് ആ ചൂണ്ടിക്കാട്ടൽ പ്രസക്തമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൽ വിമർശനത്തെ പിന്താങ്ങുമോ എന്ന് ഞാൻ ചോദിച്ചതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഞാൻ കൃത്യമായി ഇതിലേക്ക് വരാം. നമ്മൾ ഒരു നയപ്രഖ്യാപനത്തിൽ ഗവർണർക്ക് ഒരു റോളുമില്ല. സർക്കാർ എന്താണോ തീരുമാനിക്കുന്നത്, സർക്കാരിന്റെ നയം അതാണ്. കാരണം എല്ലാ ഗവൺമെന്റും ഈസ് ബേസ്ഡ് ഓൺ എ പോളിസി. നടപ്പാക്കാൻ പോകുന്നതും ആ പോളിസി ആയിരിക്കും. അപ്പോൾ എന്താണ് സർക്കാരിന്റെ പോളിസി എന്നത് കൃത്യമായി എല്ലാവർക്കും അറിയാം. താങ്കൾ പറയുന്നതൊക്കെ സർക്കാരിന്റെ പോളിസീസ് ആണ്, ചെയ്തു വരുന്ന കാര്യങ്ങളാണ്, സർക്കാരിന്റെ വിഷനാണ്, ഫോക്കസ്, ഇതെല്ലാമാണ് അതിൽ വരുന്നത്. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം, ഇതിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഭാഗത്ത് താങ്കൾ പറഞ്ഞതുപോലെ പുതിയ ആ ഗവർണർ വിമർശിച്ച കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ പ്രതിപക്ഷം എന്നുള്ളതാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞോട്ടെ. ഇവിടെ ഈ പറയുന്ന ഈ നയപ്രഖ്യാപനത്തില് കേന്ദ്രത്തിനെതിരെ പറഞ്ഞ വളരെ സോഫ്റ്റായ, അങ്ങനെ തന്നെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. കാരണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു.
കഴിഞ്ഞ തവണത്തെ നയപ്രഖ്യാപനത്തിലാണല്ലോ അതിന് ഇവിടെ ഗവർണർ വായിക്കാതെ വരെ പോയ വിവാദങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ. അന്നൊക്കെ എത്ര ശക്തമായ അത് വിമർശനമായിരുന്നു. അത് 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 ആ പദവിയിൽ ആ കാലത്തിരുന്ന ആളുടെ സ്വഭാവ സവിശേഷതകളുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൂടിയാണ്. കാരണം അദ്ദേഹം നിരന്തരം ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ, അതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തായതുകൊണ്ടാണ് കോൺഗ്രസിന് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കും അംഗീകരിക്കേണ്ടി ഒരു ഗവർണർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ആ നിലയിലൊക്കെ പെരുമാറിയ ഒരാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ അതിനെ കാണണം. ഇവിടെ പുതിയ ഗവർണർ ഏതായാലും തൽക്കാലം, അങ്ങനെ നമുക്ക് എടുക്കാൻ പറഞ്ഞു, തൽക്കാലത്തേക്കെങ്കിൽ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിനേക്കാൾ ഉപരി ആ വിമർശനങ്ങൾ, എൻ്റെ ചോദ്യത്തിലേക്ക് താങ്കൾ മറുപടി പറയാൻ എന്തുകൊണ്ടാണ് വിമുഖത കാണിക്കുന്നത്? നാടിൻ്റെ പ്രശ്നമല്ലേ, അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ എന്താണ് പ്രതിപക്ഷത്തിന് വൈമനസ്യം? ഇവിടെ നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്രത്തിനെതിരെ 3 കാര്യങ്ങളാണ് ഇവിടെ ഗവർണർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ കടമെടുപ്പ് പരിധി അത് വെട്ടിക്കുറയ്ക്കുന്നു. 2, GST കോമ്പൻസേഷൻ അത് നിർത്തലാക്കി. പിന്നെ പ്രധാനപ്പെട്ടത് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയം. പിന്നെ ഇവിടെ മൂന്നാമത് ഗവർണർ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളുമായി മുന്നോട്ട് പോകും. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പുതുമയുണ്ടോ? ഞാനത് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പുതുമ തേടിയല്ല എൻ്റെ ചോദ്യം, ഇതിൽ പുതുമയുണ്ടോന്നല്ല. പുതുമയില്ലാത്ത, കേരളം വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഈ നയപ്രഖ്യാപനം അഭിമുഖീകരിക്കുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിനോടുള്ള പ്രതിപക്ഷ സമീപനം എന്താണ്? നിങ്ങൾക്ക് ഇത് പഴയതായി തോന്നാം, പക്ഷേ കേരളത്തിൻ്റെ നീറുന്ന പ്രശ്നമാണ്, തുടർച്ചയായി നേരിടുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തോട് ഈ ദിവസം, ഈ നയപ്രഖ്യാപന ദിവസം എന്തേ പിന്തുണയ്ക്കാൻ ഇത്ര വിമുഖത പ്രതിപക്ഷത്തിന്? ഇവിടെ നമ്മൾ ഉന്നയിച്ച ഒന്നാമത്തെ വിഷയം തന്നെ അത് ഇവിടെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ കേരള സർക്കാർ സുപ്രീം കോടതി വരെ പോയതല്ലേ? ആ സുപ്രീം കോടതി വരെ പോയിട്ടും ഈ കേന്ദ്രം കാണിക്കുന്നു എന്ന് പറയുന്ന വിവേചനം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സർക്കാർ കഴിഞ്ഞിട്ടില്ല. കേസ് പിൻവലിച്ചോ? കേസ് അവസാനിച്ചോ? ഇല്ലല്ലോ റോണി, ആ കേസ് നടന്നു വരികയല്ലേ. ആ കേസിൽ അതിലെ പെറ്റീഷൻ റീഡ്രാഫ്റ്റ് ചെയ്ത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അതൊരു സ്റ്റേറ്റിന് കിട്ടുന്ന വലിയ, കേരളം കൊടുത്തൊരു കേസിനോടുള്ള സംസ്ഥാനത്തിന് കിട്ടിയ വലിയ അഡ്വാൻറ്റേജ് ആണ്. റീഡ്രാഫ്റ്റ് ചെയ്ത പെറ്റീഷൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. ഇതിലൊക്കെ എവിടെ തീർപ്പ് കൽപ്പിച്ചു എന്നാണ് പറയുന്നത്? നമുക്ക് കേസ് ആർക്കും നമുക്ക് ഫയൽ ചെയ്യാം. അത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിന്റെ ഭാഗമായി, നമ്മുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നമുക്കൊരു കേസ് മാത്രമല്ല, ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ നിന്ന് ഗവർണർ പിടിച്ചുവെച്ച ഫയലുകൾ, പിടിച്ചുവെച്ച ബില്ലുകൾ, അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വിയോജിപ്പുകൾ, കേരളത്തിന് മുമ്പും മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാടാകട്ടെ പഞ്ചാബ് ആകട്ടെ ഒക്കെ നീങ്ങിയതിൻ്റെ തുടർച്ചയിൽ കുറെ കൂടി ഗൗരവമായി വിപുലമായ തലത്തിലാണ് കേരളം വന്ന് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിപ്പോഴും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പല ബില്ലുകളും ഒപ്പിടാൻ തയ്യാറായത്. റോണിക്ക് നിഷേധിക്കാൻ കഴിയുമോ? ആ നിർബന്ധിതമായ സാഹചര്യം ഉണ്ട്. അന്ന് ഗവർണറോട് പറഞ്ഞു, നിങ്ങൾ വായിച്ചു നോക്കണം, പഞ്ചാബ് കേസിലും മറ്റും സുപ്രീം കോടതി എന്താണ് ഉത്തരവിട്ടതെന്ന് കേരളത്തിൻ്റെ രാജ്ഭവൻ വായിച്ചു നോക്കണമെന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണ്? കേരളം കൊടുത്ത ആ ഹർജിയെ തുടർന്നല്ലേ ആ കേസ് ഇപ്പോഴും നിൽക്കുകയല്ലേ? പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായിട്ടുള്ള വിഷയമാണ്. താങ്കളാണ് അങ്ങോട്ട് പോയത്, ഞാനല്ല. റോണി അത് പറഞ്ഞതുകൊണ്ട് നമ്മൾ സംസാരിച്ചു എന്ന് മാത്രം. അതായത് ഇവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാതലായ വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിന്റെ അകത്ത് കേന്ദ്രം നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നു, കേന്ദ്രം വല്ലാണ്ട് നമ്മളെ വേട്ടയാടുന്നു, നമുക്ക് അർഹമായത് നമ്മൾ തരുന്നില്ല എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഞാൻ പറയുന്നത് ആ വിമർശനം, ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ അതിന്റെ അകത്തുള്ള കെടുകാര്യസ്ഥത, അതാണല്ലോ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞത്. ഒരു പോയിന്റ് പറഞ്ഞു തരാമോ? സുപ്രീം കോടതി എവിടെയാ പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിന് കൊടുക്കേണ്ട വായ്പയുടെ ആ ഗഡു കൊടുക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാരിനോട്. കേരളത്തിന് ഒരു തരത്തിലുള്ള വിമർശനത്തിൻ്റെയും സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി. സംസ്ഥാന സർക്കാർ വലിയ വിമർശനം നേരിടേണ്ടി വരുമായിരുന്നു. ആ നിലയിലേക്ക് ആ കേസിൽ ഒരു ഘട്ടത്തിലും പോയിട്ടില്ല. സുപ്രീം കോടതി എന്റെ അറിവനുസരിച്ച്, ഒരുപക്ഷെ എന്റെ അറിവ് പരിമിതമായിരിക്കാം, കേരളത്തിന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. കേന്ദ്രവും കേരളവും നമ്മൾ ചർച്ച ചെയ്യട്ടെ എന്നാണ് സുപ്രീം കോടതി. അത് കഴിഞ്ഞ് അതിന് മുമ്പിലത്തെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അതിനുശേഷം അതിനകത്ത് ഡയറക്ഷൻ വന്നു. ആ ഡയറക്ഷൻ അനുസരിച്ചാണ് നമ്മൾക്ക് അടുത്ത ഗഡു 13,000 കോടി കിട്ടുകയും ചെയ്തത്. അതിനകത്തൊക്കെ വളരെ അഡമൻ പൊസിഷൻ, കർക്കശമായ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് സുപ്രീം കോടതി കേരളത്തിന് വേണ്ടി, ഒരു സംസ്ഥാനത്തിന് വേണ്ടി പറഞ്ഞ നിങ്ങൾ ചർച്ച ചെയ്യണം. നമ്മുടെ പ്രശ്നം അതായിരുന്നു, ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്ന ഗൗരവമായ പ്രശ്നം ഉന്നയിച്ചു. അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞത്. ഒന്നല്ല, അതിലുമപ്പുറം പലതവണ ചർച്ച നടന്നു. അതിനുശേഷമാണ് ഈ നിർദ്ദേശം വന്നത്. ആ നിർദ്ദേശത്തെ തുടർന്നാണ് നമ്മൾക്ക് ആ ഗഡു കിട്ടുന്നതിനുള്ള ഒരു അവസരം ഒരുങ്ങിയത് എന്നതൊക്കെ ഉണ്ട് റോണി ഇക്കാര്യത്തിൽ.